ഏത് ഡോക്ടറെ കാണിക്കുന്നേ? സുഷമ ഡോക്ടറെയാ. എന്താ ഒരു തിരക്കെന്നറിയോ? കൊറേ നേരം കാത്തു നിക്കണം. അതുകൊണ്ട് തന്നെ ഗൗരി ചില മാസങ്ങളങ്ങ് മടിക്കും. അടുത്ത മാസം പോവാന്ന് പറയും. ഞാൻ പക്ഷെ നിർബന്ധിച്ചു കൊണ്ടുപോകും. അമ്മേ, പ്രഭാന്തിയെ വിളിക്കുന്ന. അയ്യോ ഈശ്വര, ഞാനിന്ന് അങ്ങോട്ട് ചെന്നില്ലല്ലോ, അതുകൊണ്ടാ വിളിക്കുന്നത്. നീ അതിങ്ങ് തന്നേ. ഹലോ പ്രഭക്കുഞ്ഞെ. നീ എന്താ ചന്ദ്രോത്ത ജോലി വേണ്ടാന്ന് വെച്ചോ? കുഞ്ഞെ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് വരാൻ ഇത്തിരി വൈകും. ഓ, നീയാണോ ഇപ്പൊ ഇവിടുത്തെ ജോലി ചെയ്യുന്ന സമയമൊക്കെ തീരുമാനിക്കുന്നത്? അയ്യോ അതൊന്നും അല്ല, ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഗൗരിയുടെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു. പിണക്കവും പരിഭവവും ഒക്കെ ഒന്ന് തീർക്കണ്ടേ? നിന്റെ വീട്ടുവിശേഷം കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. മീര ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വരും. മുറിയൊക്കെ ശരിയാക്കി ഇടണം. ഞാനിപ്പോ വരാം കുഞ്ഞെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ നോക്കിയിരിക്കണോ? ഇവിടുത്തെ ജോലി മടുത്തെങ്കിലേ വിട്ടിട്ട് പോണം. അത് എന്തിനും പോന്ന ഒരു മോനുണ്ടല്ലോ, അന്തസ്സുള്ള ജോലി അവൻ കണ്ടുപിടിച്ചു തരും. അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവനോട് പറഞ്ഞേക്ക്, അവന് ഞാൻ ഓങ്ങി വച്ചിട്ടുണ്ടെന്ന്. അവൻ എന്റെ നേർക്ക് വിരല് ചൂണ്ടി സംസാരിച്ചത് ജീവിതകാലത്ത് ഞാൻ മറക്കില്ല. പോട്ടെ കുഞ്ഞെ, ഒക്കെ കഴിഞ്ഞില്ലേ. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അയ്യോ, നീ ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി അവന്റെ ക്ഷമയും വേണ്ട. നന്ദനെ ചീത്തയാക്കുന്നത് മുഴുവനും നിന്റെ തലതെറിച്ച മോനാ. ഞാൻ എന്തു പറഞ്ഞാലും എതിർത്തൊന്നും പറയാതിരുന്ന നന്ദൻ ഇപ്പൊ എന്റെ നേരെ നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒക്കെ നിന്റെ മോന്റെ ഉപദേശോ? പറഞ്ഞേക്കവനോട്, ചന്ദ്രോത്ത പ്രഭയോടാണ് അവൻ കളിച്ചിരിക്കുന്നതെന്ന്. ഹലോ കുഞ്ഞെ, അവരിറങ്ങിയ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇവിടെ ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. ഒരു ചായ കൊടുക്കാൻ പോലും ആളില്ല. അപ്പോ മീനാക്ഷി വന്നില്ലേ? വന്നെങ്കിൽ പിന്നെ നിന്നോട് പറയുവോ? ഞാൻ വേഗം വരാം കുഞ്ഞെ. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. നീയും നിന്റെ മോനും ഒക്കെ ആണല്ലോ ഇപ്പൊ ചന്ദ്രോത്ത് ഭരിക്കുന്നത്. കുഞ്ഞെ, ഹലോ. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഞാൻ ഇന്ന് ചന്ദ്രോത്തേക്ക് ചെല്ലട്ടെ, അവിടെ ആരും ഇല്ലെന്ന്. ഇപ്പൊ എങ്ങോട്ടും പോണ്ട, ഇവരൊക്കെ പോയിട്ട് പോയാ മതി. അല്ലടാ, അവിടെ പോണ്ടോന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കയറി വന്നേ.